നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഈ KL രാഹുലിനെ KKR ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് DC-ക്ക് ഒന്നാമത് KL രാഹുലിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. രണ്ടാമത് ഒരു സ്വാപ്പ് ഡീലൊക്കെ നടക്കണമെങ്കിൽ കൊൽക്കത്ത ഓഫർ ചെയ്ത ആന്ധ്ര റസലിനെ DC-ക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് യുവതാരങ്ങളെയാണ് വേണ്ടത്. മാത്രമല്ല മറ്റ് KKR-ൻ്റെ അസറ്റുകളെ വിട്ടുകൊടുക്കാൻ KKR-ഉം തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ക്രിക്ബസ് കൺഫേം ചെയ്യുന്നുണ്ട്. അത് നടക്കാൻ സാധ്യതയില്ല. അത് നോൺ സ്റ്റാർട്ടേഴ്സായിട്ട് 2 ഡീലുകൾ അവർ പറയുന്നുണ്ട്. ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ ടു ചെന്നൈ സൂപ്പർ കിങ്സ്, അതുപോലെ തന്നെ KL രാഹുൽ ടു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആർ നോൺ സ്റ്റാർട്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. 2 മോസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് IPL ട്രേഡ് റൂമേഴ്സ്. വാഷിംഗ്ടൺ സുന്ദർ ടു ചെന്നൈ സൂപ്പർ കിങ്സ് ആൻഡ് KL രാഹുൽ ടു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആർ നോൺ സ്റ്റാർട്ടേഴ്സ് എന്നാണ് ബിഗ് IPL ട്രേഡ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ക്രിക്ബസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വ്യാപകമായിട്ടുള്ള എല്ലാ കഥകളും റൂമറുകളും ഒക്കെ പ്രചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസായിട്ട് മാത്രമേ ഈ വാർത്തകളൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകൾ നോക്കുക. അത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാറുള്ളത്. പ്രിയ സുഹൃത്തുക്കൾ, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ആശിഷ് നെഹ്റയുടെ കാര്യത്തിൽ എന്താണ് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, അത് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോൾ GTയിലാണല്ലോ ഉള്ളത്. അദ്ദേഹത്തെ സ്വന്തമാക്കണം എന്ന് CSK ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് രവിചന്ദ്രൻ അശ്വിനൊക്കെ പോയൊരു സമയത്ത് ഒരു ലോക്കൽ ബോയിയെ സ്വന്തമാക്കുക. മാത്രമല്ല ഇപ്പോൾ നല്ല ഫോമിലാണ് വാഷിംഗ്ടൺ സുന്ദർ. ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കിടിലൻ കളി കളിക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് CSK ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബൗളിംഗ് ഓൾറൗണ്ടറെ കിട്ടുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ആശിഷ് നെഹ്റ തയ്യാറല്ല. അതാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട്. ഗുജറാത്ത് ടൈറ്റൻസ് ഹെഡ് കോച്ച് ആശിഷ് നെഹ്റ ഹാസ് റെഫ്യൂസ്ഡ് ടു എൻ്റർടൈൻ ദി തോട്ട് ഓഫ് ട്രേഡിംഗ് വാഷിംഗ്ടൺ ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിസ് ഡിസിഷൻ വാസ് കൺവേഡ് ടു ചെന്നൈ സൂപ്പർ കിങ്സ്. CSKയോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇല്ല, ഞങ്ങൾ എന്തായാലും വാഷിംഗ്ടനെ തരാൻ പോകുന്നില്ല, നെഹ്റയ്ക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഇപ്പോൾ ക്രിക്ബസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ KKR ഒരു ക്യാപ്റ്റന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് കീപ്പ് ചെയ്യുക, ബാറ്റ് ചെയ്യുക, അതിനൊക്കെ പറ്റുന്ന ഒരു ക്യാപ്റ്റനെയാണ് KKR നോക്കുന്നത്. സഞ്ജു സാംസൺ ആൻഡ് KL രാഹുൽ അവർ ഒരു ഫിറ്റായിട്ടുള്ള പ്രൊഫൈലാണ്. പക്ഷേ KKR അവരുടെ പ്രധാനപ്പെട്ട അസറ്റുകൾ, പ്രീമിയം അസറ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാന താരങ്ങളെ ആരെയും സ്വാപ്പ് ചെയ്യാൻ തയ്യാറുമല്ല. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ രാഹുൽ KKRലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇപ്പം ഈവൺ ഇഫ് RR ആൻഡ് DC പുൾ ഓഫ് സാംസൺ ട്രേഡ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹിൽ മൽഹോത്രയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. DC സഞ്ജു സാംസണെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പകരം അങ്ങോട്ട് ട്രിസ്റ്റൻ സ്റ്റെപ്സിന് കൊടുത്തേക്കുമെന്ന തരത്തിലുള്ള വാർത്ത. അത് നടന്നാൽ പോലും ഇപ്പോൾ KL രാഹുൽ KKRലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നാണ് എന്തായാലും ക്രിക്ബസും റിപ്പോർട്ട് ചെയ്യുന്നത്. RR ഒരു പക്ഷേ സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യം എന്നതിനപ്പുറം താരം തനിക്ക് മൂവ് ചെയ്യണം എന്ന് അറിയിച്ചതായിട്ടാണ് ക്രിക്ബസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്തായാലും DC ഈ ഒരു വിഷയത്തിൽ KL രാഹുലിനെ ഒഴിവാക്കുക എന്നുള്ളൊരു കമ്പൽഷൻ നിൽക്കുന്ന ടീമല്ല. അവർക്ക് KL രാഹുലിനെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ DC-യിൽ നിന്ന് KKRലേക്ക് KL രാഹുൽ എത്താനുള്ള സാധ്യതയുമില്ല. ഇതാണിപ്പോൾ ബിഗ് അപ്ഡേറ്റ് ആയിട്ട് ക്രിക്ബസ് തന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.